ബ്രൂവറി വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറം പ്രതികരണമില്ല. ജനങ്ങളും പ്രാദേശിക നേതൃത്വവും പരാതി അറിയിച്ചിട്ടില്ല. പറമ്പിക്കുളം വെള്ളവും എലപ്പുള്ളിയിലെത്തുന്നുണ്ട്. ജലചൂഷണം ഉണ്ടാവാൻ സാധ്യതയില്ലെന്നും ജനങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ വിഷയത്തിൽ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ വ്യാപകമാവുമ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായ മന്ത്രി കൃഷ്ണൻകുട്ടി ചേരുകയാണ്. എന്താണ് മനസ്സിലായത്? തദ്ദേശ മന്ത്രിയും മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ആ പറഞ്ഞ എല്ലാ ജനങ്ങളുടെ ആശങ്കയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി പരിഹരിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. പ്രദേശത്ത് വലിയ കുടിവെള്ളക്ഷാമം ഉണ്ടാക്കും അറിയാണ്ടാണ് അതിന് നിങ്ങൾ അതിന് വിശദീകരണം മുഖ്യമന്ത്രിയും തദ്ദേശ മന്ത്രിയും കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും എനിക്കതിൽ പറയാനില്ല. അത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഉണ്ടെങ്കിൽ ആശങ്ക പരിഹരിക്കാനും സാധിക്കും. മലമ്പുഴ ഡാമിൽ വെള്ളം എടുക്കുന്ന ഉൾപ്പെടെ കർഷകരെ ബാധിക്കുമെന്ന് പറയണം. അങ്ങ് ഉൾപ്പെടെ ഒരു കർഷകനും കൂടെ ആണല്ലോ. ഇല്ല, നിങ്ങൾ എത്രയാണ് വെള്ളം എടുക്കുന്നത്? ഒരു ദിവസം ഒരാൾക്ക് വേണ്ട വെള്ളം എത്രയാണ്, ഒരു വീട്ടിലേക്ക് വെള്ളം വേണ്ട എത്രയാണെന്ന് നോക്കിയാൽ അവരെടുക്കുന്ന വെള്ളം എത്രയാണെന്നൊക്കെ നമുക്ക് നോക്കിയാൽ അറിയും. അതിന് ധാരാളം സാധ്യത അവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, വാളയാറ് ഡാം, അങ്ങനെയുള്ള അവിടെയുള്ള കുളങ്ങൾ മുഴുവൻ തോർന്ന് കിടക്കുകയാണ്. അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ, മണ്ണ് മാറ്റിയാൽ മാത്രം തന്നെ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് കൂടില്ലേ. അപ്പം അങ്ങനെ ഒരു വലിച്ചാത്തം നമ്മൾ വ്യവസായം ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ മറ്റ് വ്യവസായങ്ങൾ വന്നത് വ്യവസായികൾ വന്നിട്ട് അപേക്ഷ കൊടുക്കുകയാണ്. അതേപോലെ അപേക്ഷ കൊടുത്തിട്ടുള്ളൂ. അതാണ് അതിൽ തദ്ദേശ വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഇപ്പം മറ്റേ ഡിസ്റ്റിലറിയൊക്കെ ടെൻഡർ വെച്ചിട്ടല്ലോ കൊടുത്തത്. അവർ അപേക്ഷ കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുക എന്നല്ലാണ്ട് അതിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ട്? അതിൽ വല്ല അപാകതയോ പൊല്യൂഷൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാൻ പറഞ്ഞു. പ്രതിപക്ഷം പറഞ്ഞ ഒരു കമ്പനിക്ക് മാത്രം അനുമതി കൊടുത്തതിൽ ഇതുപോലെ കമ്പനിക്ക് കൊടുത്തവിടെയൊക്കെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? 7-8 ഡിസ്റ്റിലറി ഉണ്ടല്ലോ. മനസ്സിലായി? അതൊക്കെ അവർ അപേക്ഷ കൊടുക്കുന്നു, മേടിക്കുന്നു. വ്യവസായം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പെപ്സിയും കൊക്കക്കോലയും ടെൻഡർ വെച്ചിട്ടാണ് കൊടുത്തത്. ടെൻഡർ വെച്ചിട്ടല്ല, അപേക്ഷ എടുക്കുന്നു, അവർക്ക് കൊടുക്കുന്നു. അങ്ങനെയല്ലേ ഉണ്ടായത്? അതേപോലെ തന്നെ ഇതും ചെയ്തത്. ഈ മഴവെള്ള സംഭരണിയിലൂടെ വെള്ളം കണ്ടെത്തുന്നു, അത് പ്രായോഗികമാണ്. എലപ്പുള്ളി പോലൊരു പ്രദേശത്ത്, മഴനിഴൽ പ്രദേശമാണ്. കേരളത്തിൽ മുഴുവൻ മലമ്പുഴയിൽ എവിടുന്നാണ് വരുന്നത്? മഴവെള്ളം എന്നല്ലേ? മലമ്പുഴയിൽ എവിടുന്നാണ് വെള്ളം വരുന്നത്? ഇതൊരു മഴനിഴൽ പ്രദേശം കൂടല്ലേ? അത് തന്നെ, മലമ്പുഴയുടെ അടുത്താണല്ലോ ഇത് പറയുന്നത്. ഈ മഴനിഴൽ പ്രദേശം കൊഴിഞ്ഞാമ്പാറ ബെൽറ്റാണ് മഴനിഴൽ പ്രദേശം. അതെ, അതിൽ എൻ്റെ വില്ലേജിൽ 3-4 പഞ്ചായത്ത് മാത്രം. പ്രായോഗികമാണെന്ന് തന്നെയാണ്. അല്ല, അത് പ്രായോഗികമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പരിഹരിക്കും. അത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.